നമ്മളെ ലക്ഷദ്വീപ് വ്ളോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലക്ഷദ്വീപിൽ വന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്ത മനുഷ്യനുണ്ടെങ്കിൽ എൻ്റെ മോൻ മാത്രമായിരിക്കും കേട്ടോ. കണ്ടോ, നമ്മളെ സായിപ്പിനെ പോലെ കടപ്പുറത്ത് കിടന്നിട്ട് തരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കൂബ ഡൈവിങ്ങിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്ത് മഴയും ഇതൊന്നും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അറ്റോൾ എന്താ പറയുക, സ്കൂബ ഡൈവിങ്ങിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ സ്കൂബ ഡൈവിങ് മാത്രമല്ല കേട്ടോ, സ്നോർക്കലിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, ഗ്ലാസ് ബോട്ടൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒപ്പലിടിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, സമ്മതപത്രം എന്ന് പറയൂലേ, എന്തെങ്കിലും സംഭവിച്ചാലും നമുക്കൊരു ഇതില്ല എന്നുള്ള സംഭവമൊക്കെ എഴുതി ഒപ്പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ പോയത് ഗ്ലാസ് ബോട്ടിലേക്കാണ് കേട്ടോ. അതിനെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ലെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തിയിട്ടില്ല, അപ്പോൾ അതിന് മുന്നേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആവുന്നുണ്ട്. പിന്നെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം സാലിൻ്റെ അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിന്. അപ്പോൾ സാലിൻ്റെ അനിയത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ത്രില്ലടിച്ചിട്ടാട്ടോ കയറുന്നത്. അങ്ങനെ നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബോട്ട്. ഇതിൻ്റെ അടിയിൽ എന്താ പറയുക, മറ്റേ ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗ്ലാസിൻ്റെ സംഭവമല്ല, അടിയിലത്തെ ഒരു കാണുന്നത് ഇതുപോലെ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് കടലിൻ്റെ അടിത്തട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇവർ ലക്ഷദ്വീപിലായിട്ട് ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിന് വരുന്നത്. എന്താ പറയുക, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ, അപ്പോൾ അതുപോലെ. അപ്പം ഇതിൻ്റെ അപ്പുറം ഒരു ബോട്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്നാട്ടോ പിന്നെ ഇവർ ഉൾക്കടലിന് ഈ ഒരു കുറച്ച് നല്ലോണം വന്നതിന് ശേഷമാണ് ഇവിടെ എന്താ പറയുക, സ്കൂബ ഡൈവിങ് ഉണ്ടാവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാട്ടോ അപ്പുറത്തെ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഇങ്ങോട്ടെത്തിയപ്പം കുറച്ച് നമ്മുടെ ബോട്ട് ഒന്ന് സ്ലോ ആയിട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലെ ഗ്ലാസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടോ. അപ്പോൾ നെഷോ കുറേ ടൈമായിരുന്നു മത്സ്യകന്യകനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മത്സ്യകന്യകനെ തന്നെ കാണിച്ചു കൊടുത്തട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മത്സ്യകന്യകൻ. അപ്പോൾ അവരങ്ങനെ ബോട്ടൊക്കെ ക്ലീൻ ചെയ്ത് ഗ്ലാസ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. യൂഷ്വലി ഒരു ടൈമാണ് നവംബർ ലാസ്റ്റ് ഡിസംബർ ജനുവരി ടൈമിലാകുമ്പോഴത്തേക്ക് നല്ല നോക്കുന്നത്. ഇപ്പം ക്ലൈമറ്റ് കാരണം ഡെഡ് അത് പൊടിഞ്ഞിട്ടാണ് സാൻഡ് ആവുന്നത്. ഷോറിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വൈറ്റ് സാൻഡ് അതൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാം. താഴെ നോക്കടി അവിടെ പേടിച്ചിട്ട് ഗ്ലാസിന്റെ ഉള്ളോട്ട് മാത്രം നമുക്ക് കയറി. പക്ഷെ മീനൊന്നും വരുന്നില്ലല്ലേ. ഗപ്പി അതാ ഗപ്പി ചെടി പ്ലാന്റ് അല്ല എനിമല്ല ഫോട്ടോസിന്തസിസ് ഐ മീൻസ് പ്രകാശ സംശ്ലേഷണമാണ് അവിടെ യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന ബിസിനസ് ഒക്കെ യൂഷ്വലി ഷാർക്ക് അങ്ങനത്തെ ഐ മീൻ ഡോൾഫിനൊക്കെ പാർക്ക് തട്ടോ ബ്രെയിൻ കോറൽ ഷേപ്പ് ആയിട്ട് ബ്രെയിൻ കോറൽ ഫോണിലെല്ലാം ഐഫോൺ തന്നെയാ ചിലപ്പോ ഓക്കെ ആയിരിക്കും. വീഡിയോ സ്നാപ്ചാറ്റ് വീഡിയോ അല്ലേ സ്റ്റക്കായി. മീനല്ല ഇതാണോ കല്ലി. വൈറ്റ് സാധനം ഒരു വൈറ്റ് സാധനം മീനെല്ലാം പറ്റും. അയാളിത് കൊടുത്തു തീരെ കൊടുത്തു മൊത്തം പുറത്തു വന്നില്ല. അത് ഇത് കൊടുത്തല്ലോ എടുക്ക കൂടുതൽ അർക്ക് കിട്ടുമെന്ന് നോക്കാം. കൈയിട്ടെടുത്ത് ഇത് കഴിക്കൂലല്ലേ ഈ മീന കഴിക്കോ പോലും ഇതാണ് ലഗൂൺ ഫിഷ് പറയുന്നത്. സോഫ്റ്റ് ആവും. ചെറുതായിട്ട് നാളെ അച്ഛൻ അച്ഛൻ ഫോൺ തരുന്നു. കാലിൽ വന്നിട്ട് പോയി നോക്ക് ഇവിടെ നോക്ക്. കുറച്ചും ഇവിടെ നോക്കിയേക്ക പീസ് ക്ലാസ് എടുക്കാൻ വേണ്ടി
കടലാമണി ഇത് വെച്ച് കഴിക്കും. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാ. പിന്നെ ഇവരെ സ്കൂബ ഡൈവിംഗ് ആണ്. ആദ്യം ഗ്ലാസ് ബോട്ട് കഴിഞ്ഞിട്ടായിരുന്നു സ്കൂബ ഡൈവിങ്. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഇവർക്ക് പറ്റുമോ എന്നുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ നൗഫൽഖാൻ്റെ കളി കണ്ടിട്ട് അയ്യോ ഇത് ചെയ്യുന്ന പോലെ ഒന്നും ഇല്ല എന്നാട്ടോ തോന്നിയത്. ഞാൻ പോയിട്ടില്ല കേട്ടോ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പേടി എന്നൊരു സംഭവം മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സംഭവത്തിന് നിന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്ങിന് ഒരാൾക്ക് 4000 പല റേറ്റും ആണ് കേട്ടോ. 4000, 4500 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഒരാൾക്ക്. പിന്നെ തായ്ഫും അതുപോലെ തന്നെ നൗഫൽക്കും മാത്രമേ കേട്ടോ സ്കൂബ ഡൈവിങ്ങിന് പോയിട്ടുള്ളൂ. നൗഫൽക്ക് കുറേ ടൈം എടുത്ത് കുറേ ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട്. ആൾക്ക് പറ്റുന്നേ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞ് മതി ഞാൻ ചെയ്യുന്നില്ല നീ പോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നാട്ടോ. പിന്നെ അവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റാണ് കേട്ടോ കുറേ ടൈം എടുത്തതിന് ശേഷമാണ് പിന്നെ ഓക്കെ ആയത്. അപ്പോൾ കുറേ ചെയ്തപ്പോൾ പിന്നെ ഓക്കെ ആയി. ആൾക്ക് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ബാക്കിലുള്ള സിലിണ്ടറൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ടൈമിന് ശേഷം അങ്ങനെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കരയിൽ നട്ട കുറച്ച് വെള്ളത്തിൽ മാത്രമാണ് ഇവർ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. പിന്നെയാണ് അങ്ങ് കടലിലേക്ക് പോകുള്ളൂ. അപ്പോൾ രണ്ടാളെയും ഇതുപോലെ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്നോർക്കലിങ് പറ്റുമെന്ന് നോക്കിയിട്ടുണ്ടായിന്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനിവിടെ വന്നിട്ട് എന്താ പറയുക ഈ ഒരു ഡേയാണ് ഫസ്റ്റ് കടലിൽ ഇറങ്ങുന്നതന്നെ പറയാൻ. കാരണം പേടിയുണ്ട് കേട്ടോ, ഭയങ്കര പേടി അതായിരുന്നു സംഭവിച്ചത്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ വിചാരിച്ചില്ല നമ്മൾ രണ്ടാമത് പിന്നെ കടലിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ച് പോകാനേ ഉണ്ടായിട്ടുള്ളൂ, ഇത്രയും വന്നിട്ട് പോകാനേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായി കേട്ടോ. ഇവരെല്ലാം പോയിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞപ്പം പോകാനേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിച്ചേ. പക്ഷേ പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ അവർ അടുപ്പിച്ചായിരുന്നു ഒരു സ്കൂബൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതാ അങ്ങനെ നൗഫൽഖാൻ്റെ പോയാൽ കഴിഞ്ഞടുത്തത് തായിഫിൻ്റെ പോയാട്ടോ. നെഷ്വ പിന്നെ ഇതിൻ്റെ ഇരിയത്തേ പറ്റില്ല. മേവിക്ക് നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. മേവി പിന്നെയും കടലിലൊക്കെ ഇറങ്ങിയാക്കെല്ലാം ചെയ്തിന്. നെഷ്വ പരിസരത്തോട്ടൊക്കെ വന്നിട്ടില്ല. ഒന്നാമത് നല്ല കാറ്റുണ്ട്, നല്ല ഒഴുക്കിങ്ങനെ തിരയിങ്ങനെ അടിച്ചടിച്ച് വരുന്നുണ്ട്. ഒരു ഇങ്ങനെ എന്താ പറയുക കടലിൽ നമ്മളെ കരൻ്റെ അവിടം വരെ ഇങ്ങനെ നല്ല തിരയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഷ്വ ആ ഒരു പരിസരത്തേ വന്നിട്ടില്ല. ഞാൻ കുറേ വിളിച്ചിട്ടുണ്ടായി പക്ഷെ വന്നിട്ടില്ല. നമുക്കത് ഇവരെ കൂടെ നമുക്ക് ബോട്ടിലേക്ക് പോകാം കേട്ടോ. നമുക്ക് കൂടെ വേണമെങ്കിൽ പോകാം. ഏതായാലും ഇവർ ബോട്ട് പകുതി വരെ ഇങ്ങനെ വെറുതെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കും കൂടെ പോകാം. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിട്ടോ. ഈ ഒരു ഇതിലെല്ലാം നമ്മൾ എന്താ പറയുക കഴുത്തറ്റോളം എനിക്ക് ഫുള്ളും തലയോളം വെള്ളം ഉണ്ടായിന് കേട്ടോ. അവർ ബോട്ട് നിൽക്കുന്ന ഒരു ഭാഗം വരെ.
സ്കൂബ ഡൈവിങ് ആദ്യം പോകുമ്പോൾ